മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് സാധാരണഗതിയിൽ നമ്മൾ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പറയാറുണ്ട് എം എൽ എമാരുടെ ഭൂരിപക്ഷം തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവാണ് മുഖ്യമന്ത്രിയായി വരിക എന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത്. അവസാന തീരുമാനം വരുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നാണ്. ഇപ്പോൾ ഹൈക്കമാൻഡ് 2 പ്രതിനിധികളെ കേരളത്തിലേക്ക് നിരീക്ഷകരായി അയച്ചിട്ടുണ്ട്. അജയ് മാക്കനും മുകുൾ വാസ്നിക്കുമാണ്. ഈ വിമാനത്തിൽ തന്നെ ഡൽഹിയിൽ നിന്ന് 2 നേതാക്കളും വരുന്ന അതേ വിമാനത്തിൽ തന്നെ രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് വരികയാണ്. അതിൽ മുകുൾ വാസ്നിക്കുമായി നേരത്തെ മുതൽ തന്നെ വളരെ കാലം മുമ്പുള്ള അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കാലം മുതലേയുള്ള ബന്ധം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ഇതിലൊരു ഘടകമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. MLA-മാരുടെ അഭിപ്രായം ഈ നിരീക്ഷകർ തേടും. അതോടൊപ്പം തന്നെ മുൻ KPCC പ്രസിഡന്റുമാരുടെ അഭിപ്രായം തേടും, നിലവിലെ KPCC പ്രസിഡന്റിൻ്റെ അഭിപ്രായം തേടും, MP-മാരുടെ അഭിപ്രായം ആവശ്യമെങ്കിൽ തേടും, വേണമെങ്കിൽ ഇതിനെല്ലാം പുറമേ ആവശ്യമെങ്കിൽ ഘടകകക്ഷികളുടെ അഭിപ്രായവും തേടും. അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ MLA-മാർ സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇതിൽ ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. നേരത്തെ അവരുടെ നിലപാട് അല്ലെങ്കിൽ KC വേണുഗോപാലുമായിട്ടുള്ള സൗഹൃദം ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്കൊക്കെ അവരുടെ പേര് കൊണ്ടുവന്നതിലൊക്കെ KC വേണുഗോപാലിന് നിർണായകമായ പങ്കുണ്ട്. അതുകൊണ്ട് വലിയൊരു വിഭാഗം KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതേസമയം ഇപ്പോൾ VD സതീശൻ വിഭാഗം ആവശ്യപ്പെടാൻ പോകുന്നത്, എനിക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം അത് ദീപാദാസ് മുൻഷിയെ ഈ MLA-മാരുടെ അഭിപ്രായം തേടുമ്പോഴൊന്നും ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടാകരുത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ് ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷിയുടെ അഭാവത്തിലായിരിക്കണം അല്ലെങ്കിൽ അസാന്നിധ്യത്തിലായിരിക്കണം ചർച്ചകൾ. അതായത് ഈ നിരീക്ഷകർ മാത്രമേ MLA-മാരുടെ അഭിപ്രായം കേൾക്കാവൂ എന്നതാണ്. അങ്ങനെ വന്നാൽ ഏതാണ്ടൊരു 35-36ഓളം MLA-മാർ VD സതീശനെ പിന്തുണച്ചേക്കും എന്ന ഒരു കണക്കുകൂട്ടൽ VD സതീശൻ പക്ഷത്തിനുണ്ട്. അതിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ എന്ന് പറയുന്നവർ പോലും ഒരുപക്ഷേ ഈ VD സതീശനെ പിന്തുണച്ചേക്കാം എന്ന നിലപാടിലേക്ക് വരുന്നുണ്ട്. അതിൽ KC വേണുഗോപാലും VD സതീശനും തമ്മിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം അത് മുറുകുകയാണെങ്കിൽ ഒരുപക്ഷേ രമേശ് ചെന്നിത്തലയെ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയവും ഒക്കെ വെച്ച് ആ നിലയിൽ ഇപ്പോൾ ഈ 3 പേരിൽ വെച്ച് കുറച്ചുകൂടി പരിചയസമ്പന്നത എന്ന് പറയാവുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കുഴപ്പം, വലിയൊരു പ്രശ്നം, അദ്ദേഹത്തിന് തടസ്സം എന്ന് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമായ പങ്കില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA-മാരുടെ എണ്ണം വളരെ കുറവാണ് എന്നത്. ഇതിലൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പല ഘടകങ്ങൾ കൂടി നമുക്ക് ഒരുപക്ഷെ ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും. അത് ഇങ്ങനെ ഒരു വലിയൊരു തർക്കം ഉണ്ടാവുകയാണ്. അത് കേരളത്തിൽ നിന്നുള്ള MLA-മാരിൽ നിന്ന്, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് മാത്രം മതി മുഖ്യമന്ത്രി എന്ന ഒരു നിലപാടിലേക്കൊക്കെ ഹൈക്കമാൻഡ് എത്തുകയാണെങ്കിൽ ഈ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ മുഖ്യമന്ത്രി എന്ന നിലപാട് ഒരുപക്ഷെ KC വേണുഗോപാൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ KC വേണുഗോപാലിൻ്റെ സാധ്യത തന്നെ, അഥവാ KC വേണുഗോപാലിനെ ഈ ഭൂരിപക്ഷം MLA-മാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ പോലും അത് KC വേണുഗോപാലിനെ ഇങ്ങോട്ടേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വിടണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അദ്ദേഹം AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ ദേശീയ തലത്തിലുള്ള നേതാവാണ്. MLA-മാർ രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ്. പക്ഷേ ഇന്നലെ AK ആന്റണി അടക്കം സംസാരിച്ചപ്പോൾ 3 പേരും മുഖ്യമന്ത്രിയാൻ യോഗ്യരാണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആൾ മത്സരിച്ചിട്ടില്ല, MLA ആയിട്ടില്ല. എങ്ങനെയാണ് KC ഈ പറയുന്ന മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് ആ പേര് ഉയർന്നത്? ആ പേര് എങ്ങനെയാണ് ഇവിടെ റിലവൻ്റ് ആയി വരുന്നത്? സുഹൈൽ, അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ KC വേണുഗോപാൽ കേരളത്തിൽ UDF-ന് അധികാരത്തിൽ വരികയാണെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയേക്കുമോ എന്ന ചർച്ച അത് കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ വളരെ സജീവമായി ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തലയെടുപ്പുള്ള ഒരു നേതാവായി, ഇത്രയും ഉയർന്ന ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക്, ആ ഉയർന്ന പദവിയിലേക്ക് എത്തിയിട്ടുള്ള നേതാവ് എന്ന നിലയിൽ KC വേണുഗോപാലിന് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഈ സ്ഥാനാർത്ഥി പട്ടിക മുതൽ തന്നെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. KC വേണുഗോപാലിനെ ഇങ്ങോട്ട് അയക്കണമോ എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.